പാലക്കാട്ട് രാഹുലിന്റെ തേരോട്ടം. ഉമ്മൻചാണ്ടിയെ അടക്കം തേൻകണിയിൽ കൊടുക്കുവാൻ നോക്കിയ നെട്ടൂർ കേക്കച്ചൻ എന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തെ ബാധിച്ച ക്യാൻസർ രാഹുൽ മാങ്കുട്ടത്തെയും ലൈംഗികാപവാദത്തിൽ കുടുക്കി നശിപ്പിക്കുവാൻ ശ്രമിച്ചു എങ്കിലും ഓരോ ദിനവും രാഹുൽ കൂടുതൽ കരുത്തനാകുകയാണ്. രാഹുലിനെ നശിപ്പിക്കുവാനുള്ള കേക്കച്ചന്റെ പദ്ധതികൾ സകലതും പൊളിയുകയും സമൂഹ മാധ്യമത്തിലും പാർട്ടിയിലും അപഹാസ്യനാകുകയും ചെയ്തിട്ടും രാഹുലിനെ ഇതുവരെ പാർട്ടിയിൽ തിരികെ എടുക്കുവാനുള്ള മനസ്സ് കേക്കച്ചനും സംഘവും ഇതുവരെ കാണിച്ചിട്ടില്ല. പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുലിനെ ഈ നാണവും മാനവും കെട്ട കേക്കച്ചൻ സസ്പെൻഡ് ചെയ്തിട്ടും പാർട്ടിയും പ്രവർത്തകരും കോൺഗ്രസ് അനുയായികളും അതിന് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ അടുത്ത ഒരു തെളിവിത. പാലക്കാട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കുട്ടത്തിൽ MLA സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ എത്തുകയുണ്ടായി. പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലാണ് രാഹുൽ പങ്കെടുത്തത്. നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. അന്ന് കേക്കച്ചന്റെ സിൽബന്ധികൾ അത് വലിയ വിവാദമാക്കുവാൻ ശ്രമിച്ചു എങ്കിലും അതെല്ലാം പാളിപ്പോയി. ഇന്നലെ വീണ്ടും ഇതാ രാഹുൽ കണ്ണാടിയിൽ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിൽ പങ്കെടുത്തു. ആദിയോടന്തം ഒരു അരമനക്കുണ്ടനോ താരകപ്പെണ്ണിന്റെ കേക്കച്ചനോ രാഹുലിനോട് വേദിയിൽ കയറരുതെന്ന് പറയുവാനുള്ള ഉറപ്പ് ഉണ്ടായില്ല. കാരണം വീണ്ടും നാണം കെടുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് കണ്ണാടിയിൽ മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് കണ്ണാടി അടക്കമുള്ള നേതാക്കൾ ആ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുവാനായി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചിരുന്നു. ഇനി കണ്ണാടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപന പരിപാടിയിൽ രാഹുൽ മാങ്കുട്ടത്തിൽ പങ്കെടുക്കുന്നത് കാണുക. നിങ്ങൾ ഇത്രയും കൂടെ റോഡ് ഇറങ്ങി ഗവൺമെന്റിനെതിരെയുള്ള സമരത്തിൽ ഏറ്റവും തല പൊട്ടിയത് എത്രയാണ് സോളാർ മേടിക്കണ്ട താഴെ പട്ടം കേരളത്തിൽ എന്തെങ്കിലും മണ്ഡലം പെൻഷനൊന്നും പറ്റിയിട്ടില്ല. സാങ്കേതികമായിട്ട് പെൻഷൻ വന്നു. പെൻഷൻ പറ്റിയവരല്ല. രണ്ട് യൂണിയൻ നമുക്ക് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്
എംഎൽഎ ഇപ്പൊ പാലക്കാട് മുഴുവൻ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ നിഖിൽ കണ്ണാടിയെ ഇനി പാലക്കാട് മണ്ഡലത്തിൽ ഭവനരഹിതർക്ക് വീടുകൾ വെച്ച് നൽകുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ MLA യുടെ സ്മൈൽ ഭവന പദ്ധതിയുടെ പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി നടി അനുശ്രീ എത്തിയത് കാണുക. സ്മൈൽ പദ്ധതി പ്രകാരം 10ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങാണ് ഇന്നലെ അനുശ്രീ നിർവഹിച്ചത്. സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യുവാൻ നടൻ ആസിഫ് അലിയായിരുന്നു എത്തിയത്. അതിനുശേഷം നടൻ സൈജു കുറുപ്പും മുഖ്യാതിഥിയായി എത്തി. അത് കഴിഞ്ഞ് നടി തൻവീറാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ ഇതാ അനുശ്രീയും. വോട്ട് തേടിപ്പോയ സമയത്ത് ടാർപോളിൻ ഷീറ്റ് മറച്ച വീടുകളിൽ ആളുകൾ കിടന്നുറങ്ങുന്നത് കണ്ടിരുന്നുവെന്നും ഇതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്നും രാഹുൽ മാങ്കുട്ടത്തിൽ മുൻപ് പ്രതികരിച്ചിരുന്നു. സ്മൈൽ പദ്ധതി പ്രകാരമുള്ള 10ാമത്തെ വീട് പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ രതീഷ് ഹൈമാവതി ദമ്പതിമാർക്കാണ് വെച്ച് നൽകുന്നത്. വീടിന്റെ ആ തറക്കല്ലിടൽ ചടങ്ങ് നടി അനുശ്രീ നിർവഹിക്കുന്നത് കാണുക. നല്ലൊരു ചടങ്ങിന് ഭാഗമാകാൻ കഴിഞ്ഞതിന് പറഞ്ഞതുപോലെ ഇങ്ങനെ കല്ലെടുത്ത് കൊടുക്കാൻ പറ്റിയത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഇനി കംപ്ലീറ്റ് ആയെന്ന് അറിയുന്നവരെ എനിക്ക് ടെൻഷനാണ്. അതെ, എന്റെ വീടിനോട് ഞാൻ കളിക്കുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ പല ആൾക്കാരും ഞാൻ പാലക്കാട്ടുകാരിയാണ്, തൃശ്ശൂർക്കാരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പാലക്കാടിനോട് ഒരു സ്പെഷ്യൽ സ്നേഹം. വീണ്ടും നിങ്ങളെയൊക്കെ കാണാൻ കഴിയട്ടെ. വീട് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഈ വീട് കിട്ടാനായിട്ടുള്ള വേറൊരു കാരണക്കാരുണ്ട്, നമ്മുടെ പാഞ്ചാലിയമ്മ. അപ്പൊ പാഞ്ചാലിയമ്മ എന്നോടൊരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ എന്തിനൊന്നും ഇവിടെ ശിവേട്ട അവിടെ വേറൊരു വീടിന്റെ തറക്കല്ലിട്ടത് അത് കാണാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ അന്നേരമാണ് വഴി തടുത്ത് നിർത്തിയിട്ട് പാഞ്ചാലിയമ്മ പറഞ്ഞൊരു വീട്. അപ്പൊ ഞാൻ വിചാരിച്ചു പാഞ്ചാലിയമ്മ വന്നപ്പോ പാഞ്ചാലിയമ്മയുടെ വീടിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ വന്നത് വേറൊരാളുടെ വീടിന് വേണ്ടിയിട്ടാണ്. ആ അമ്മയുടെ അമ്മ മനസ്സുകൂടിയാണ്. അമ്മ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളല്ല. എന്നിട്ട് എനിക്ക് വീട് വേണം എന്നല്ല പറഞ്ഞത്, അവർക്കൊരു വീട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ വീട് ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിനകത്ത് പാഞ്ചാലിയമ്മ വന്ന് പറഞ്ഞതിനകത്തും ഒരു വലിയ റോളുണ്ട്. അപ്പൊ എല്ലാവർക്കും സ്നേഹാശംസകൾ. നമ്മുടെ ഈ സ്മൈൽ എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. കാരണം ഒരാള് ലോകം മുഴുവൻ കീഴടക്കിയിട്ട് വന്നാലും സ്വന്തം വീട്ടിൽ, സ്വന്തം മുറിയിൽ, സ്വന്തം കട്ടിൽ നിന്ന് കിടക്കുമ്പോൾ ഒരു നല്ല ചിരി ഉണ്ടാവും, ഒരു ആശ്വാസത്തിന്റെ ചിരി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് സ്മൈൽ എന്ന പേരിട്ടത്. അപ്പൊ അത് പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന ആശങ്കയായി. കാരണം സ്വകാര്യ ഫണ്ടുകൾ കണ്ടെത്തണം. സർക്കാരിന്റെ ഫണ്ട് എടുക്കാൻ കഴിയില്ല, MLA ഫണ്ട് എടുക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരനായ ഉമേഷ് ഏട്ടൻ, മോഹൻ സാറിന്റെ മകനാണ് ഉമേഷ് ഏട്ടൻ, ദീർഘകാലമായിട്ടുള്ള ഒരു സഹോദരനാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആശയമുണ്ട്. അപ്പൊ എന്നോടൊപ്പം തന്നെ പറഞ്ഞു ഒരു CSR ഫണ്ട് ഞങ്ങൾക്കുണ്ട്, നീ ഒന്ന് അച്ഛനോട് സംസാരിക്കുക, അച്ഛൻ കൺവിൻസ്ഡ് ആണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. നേരെ മോഹൻ സാറിനെ പോയി കണ്ടു, സംസാരിച്ചു. മോഹൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീടില്ലാത്തതുണ്ട്. അപ്പോൾ മോഹൻ സാറിനോട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. സാധാരണ CSR ഫണ്ട് വരുമ്പോൾ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഏറ്റവും അർഹരായവർക്ക് മാത്രമേ വീട് കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൊ തന്നെ സമ്മതിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇന്ന് നമ്മൾ 10ാമത്തെ വീടിന്റെ തറക്കല്ലിടുകയാണ്. മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആസിഫ് അലിയാണ് ആദ്യമായി തറക്കല്ലിട്ടുകൊണ്ട് തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇപ്പോ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ഓഗസ്റ്റ് 20-നാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ലൈംഗികാരോപണം കേക്കച്ചൻ കത്തിച്ചുവിട്ടത്. ഇന്നലെ CPI വിട്ട് കോൺഗ്രസിലേക്ക് വന്ന ശ്രീനാദേവി കുഞ്ഞമ്മയും വ്യക്തമായി പറഞ്ഞിരുന്നു റിപ്പോർട്ടർ ചാനലുകാർ ഉണ്ടാക്കിയ ഒരു കുത്തിത്തിരിപ്പായിരുന്നു ഇതെന്ന്. ഇതിന്റെ എല്ലാം പിന്നിൽ കേക്കച്ചനായിരുന്നു എന്ന് പകൽ പോലെ വ്യക്തമാണ്. ആരോപണങ്ങൾ ഉയർത്തി 90 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒരു പരാതിക്കാരില്ല, തെളിവുകളുമില്ല. എന്തിന് ആരോപണം ഉയർത്തിയവർ പോലും പരാതി കൊടുക്കുവാൻ തയ്യാറല്ല. ഇടതുപക്ഷവും BJPയും പോലും മുട്ടുമടക്കി. എന്നിട്ടും കേക്കച്ചന്റെ ആ നാറിയ നിലപാടിൽ മാറ്റമില്ലത്രേ.
കേക്കുമോളെ വെപ്പാട്ടിയാക്കി കൊണ്ടു നടക്കുന്നവൻ, ഓഫീസ് സെക്രട്ടറിയായിരുന്ന താരകേശിനെ മദ്യം കൊടുത്തു മയക്കി പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി ഉൾപാർട്ടി ചർച്ച നടത്തുമ്പോൾ കീറിയ അണ്ടർവെയർ ഇട്ടു വന്നവൻ എന്ന് താരകപ്പെണ്ണ് പരസ്യമായി വീഡിയോ ഇറക്കി നാറ്റിച്ചവൻ. അന്നൊന്നും ഇവന്റെ വായിൽ നാക്കില്ലായിരുന്നു. കിടന്നു കൊടുക്കാത്തവരെ പാർട്ടി പദവികളിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഈ സർട്ടിഫൈഡ് എ ക്ലാസ് ആഭാസൻ പരമചെറ്റയാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്ന് നിങ്ങൾ ഓർക്കണം. ഈ പരമചെറ്റയും ആഭാസനുമായവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആ ഗതികേട് ഈ നാടിനുണ്ടായാൽ ജനങ്ങൾ ഒന്നടങ്കം കടലിൽ ചാടി ചാവുന്നതല്ലേ നല്ലത്. രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 250യുടെ 35ാം ദിനമായി ഇന്ന് നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഈ വൃത്തികെട്ടവൻ, ഈ കേക്കച്ചൻ, ഈ ഒതുക്കേശൻ, ഈ നെട്ടൂർ കേക്കച്ചനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഇവന് ചുമതല കൊടുത്തിട്ടുള്ള കൊച്ചി കോർപ്പറേഷനിൽ ഉള്ള ഇവന്റെ സകല സിൽബന്ധികളെയും സ്ഥാനാർത്ഥികളെയും അറിഞ്ഞ് തോൽപ്പിക്കുക. കേക്കച്ചന്റെ ടീം കൊച്ചിയിൽ തോൽക്കുകയും കേക്കച്ചനെ മണ്ഡലത്തിൽ തോൽപ്പിക്കുകയും ചെയ്താൽ കോൺഗ്രസിനെ കാർന്നു തിന്നുന്ന, കോൺഗ്രസിനെ ബാധിച്ച ഈ ക്യാൻസറിനെ, ഈ നാടിന്റെ ശാപത്തെ നമുക്ക് വനവാസത്തിന് അയക്കുവാൻ പറ്റും. കോൺഗ്രസിലെ മരവാഴകളായ നേതൃത്വത്തെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വോട്ടർമാർ വിചാരിച്ചാൽ അതിന് കഴിയും. അതിന് പറ്റിയ സമയമാണ് ഇത്. ഈ സമയം കൈവിട്ട് കളഞ്ഞാൽ സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എടാ നെട്ടൂർ കേക്കച്ച, ഉമ്മൻചാണ്ടിയെ നീ പണിത് പെടത്തി, രാഹുലിനെ പെടത്തുവാൻ നോക്കിയ നിന്നെ ഇവിടുത്തെ ജനങ്ങൾ പെടത്തും, ഓർത്തുകൊള്ളുക. ഇത് അതിനായുള്ള മിഷൻ 250യുടെ വെറും 35ാം ദിനം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.